അതാ നോക്കൂ മുറ്റത്തൊരു മൈന. ഒരു ദിവസം നേരം പുലർന്നപ്പോ മുഖ്യമന്ത്രി പിണറായി വിജയൻ സഖാവ് കേരളത്തിലില്ല. എന്താ സംഭവം പറ കേക്കട്ടെ. ഇവിടെ പോയി, എന്തിനു പോയി, അങ്ങനെയൊക്കെയായി പിന്നീടുള്ള ചർച്ചകൾ. സ്വാഭാവികം. ഞങ്ങൾ എവിടെ പോകണം പോകണ്ട തീരുമാനിക്കാനുള്ള അവകാശമൊന്നും ആർക്കും വിട്ടുകൊടുത്തിട്ടില്ല. ഒന്ന് പോടാപ്പ. മുഖ്യമന്ത്രി പോയി എന്നുള്ളത് ശരി തന്നെ. പക്ഷെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട സവിശേഷത ഇതാണ്: അദ്ദേഹം ഒരു കടുകിട് നിയമങ്ങളും ചട്ടങ്ങളും തെറ്റിപ്പോകില്ല. ഒരു വിദേശ ട്രിപ്പ് തെരഞ്ഞെടുത്തത് അതിനൊരു കാരണമുണ്ട്. നീ ഏതായാലും പറയും, ബാക്കിയോടെ പറയും. നമ്മക്കായിരിക്കും സഖാക്കന്മാർക്കാർക്കും അറിയാത്ത ഒരു കാരണം. ഈ ഒരു തിരക്ക് പിടിച്ച രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നിന്ന് അല്പം മാറി നിൽക്കാൻ സാധിക്കുന്ന ഒരിടവേള ഉണ്ടാവട്ടെ എന്ന് കണ്ട് ആരാണത് ആഗ്രഹിക്കുന്നത്? ഞങ്ങളെല്ലാം ആഗ്രഹിക്കുന്നുണ്ട്. സമാധാനം അതാരാണ് ആഗ്രഹിക്കാത്തത്? ഇങ്ങനെ ഇടവേള കിട്ടാൻ വേണ്ടി വിദേശ രാജ്യങ്ങളിൽ തന്നെ പോകേണ്ടതുണ്ടോന്ന്. പൈസയുള്ളവര് അങ്ങനെ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയിട്ട് സമാധാനവും ഇടവേളയൊക്കെ കണ്ടെത്തും. അത് ശരിയാ. പാവങ്ങള് വീടിൻ്റെ അടുത്തുള്ള കുന്നും പുറത്ത് കയറിയിട്ട് അതിൽ ആനന്ദം കണ്ടെത്തും, സമാധാനം കണ്ടെത്തും, ഇടവേള ആസ്വദിക്കും. അല്ല, ഞങ്ങൾ പോലും അറിഞ്ഞിട്ടില്ലല്ലോ എന്ന് ഏതെങ്കിലും സഖാക്കൊക്കെ പരാതി ഉണ്ടെങ്കിൽ അവരോടാണ്. ഇങ്ങനെ പോകുന്നതിന് മുമ്പേ ഞാൻ പോവുകയാണ് എന്ന് ചെണ്ടയും കൊട്ടി പാടണോ? വേണ്ടല്ലോ. പാർട്ടി ലീഡർഷിപ്പാണ് സേഫ്. ഈ പെരട്ട ജനം നമ്മുടെ മെക്കെട്ട് കയറില്ലല്ലോ. എന്നാലോ എനിക്ക് എല്ലാവരെയും മെക്കെട്ട് കയറുകയും ചെയ്യാം. ഈ യാത്രക്ക് ചെലവുണ്ടാവുമല്ലോ, അതൊക്കെ ആര് വഹിക്കും? അതൊന്നും ഇവിടെ ആർക്കും അന്വേഷിക്കണ്ടല്ലോ. ഒരു ഇടവേള ആരാണ് ആഗ്രഹിക്കാത്തത്? നമ്മളും ആഗ്രഹിക്കും. എന്നിട്ട് കീശയിലോട്ട് നോക്കും. അതിനുശേഷം മലേഷ്യയിലോട്ടും ഇന്തോനേഷ്യയിലോട്ടും പോകുന്ന വിമാനം നോക്കി ഇടവേള ആസ്വദിക്കും. ഇത് ബഹിരാകാശത്തിലേക്കൊന്നല്ലല്ലോ പോയത്. ഇത് നമ്മുടെ ഒരു വിളിപാടകളെയുള്ള രാജ്യമല്ലേ. പിണറായി വിജയാന്ന് വിളിച്ചു കഴിഞ്ഞാൽ വിളി കേൾക്കാൻ പറ്റുന്ന സ്ഥലമായത്. അറിയോ നിങ്ങള്? മക്കളെ നിന്റെ ഒരു ഫോട്ടോ എനിക്ക് കിട്ടൂടാ, ഫ്രെയിം ചെയ്ത് വീട്ടിൽ കെട്ടിത്തൂക്കാനാ. അതില്ലെങ്കിൽ ഇന്ത്യ ഇല്ലല്ലോ.